ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ്. സൺഡേക്ക് എടുത്തിക്കണ്, പക്ഷേ എഡിറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ആവില്ല ഗൈസ്, അതാണ് സത്യം. മടിയാണ് എഡിറ്റ് ചെയ്യാൻ, ഭയങ്കര മടിയാണ്. അപ്പം എന്താ സംഭവിച്ചാൽ രാവിലെ എന്നത്തെയും പോലെ തന്നെ രാവിലെ നല്ല കുട്ടിയായതുകൊണ്ട് നേരത്തെ എണീച്ചാണ്, മദ്രസക്ക് പോകാനുള്ളതുകൊണ്ട് മാത്രം. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അബിയ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1ക്ക് സ്കൂൾക്ക് പോകാൻ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തോനെയും ഡേ ഇൻ മൈ ലൈഫാണ് ഉണ്ടാവല്. പിന്നെ തോനെയും പറയാൻ മാത്രം അതിമാത്രമൊന്നുമില്ല, ആകെ 2 വീഡിയോ എടുത്തിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ കാട്ടിത്തരാനൊത്തുമില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ അതുമല്ല, നല്ല ഫോണില്ല, ഉള്ളത് വെച്ചിട്ടൊക്കെയാണ് എടുത്ത് അഡ്ജസ്റ്റ് ആക്കി പോകണത്. സാധാ ഒരു വിവോൻ്റെ ഫോണിലാണ് കേട്ടോ എല്ലാ പരിപാടിയും. പിന്നെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ഉള്ളത് വെച്ചിട്ട് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം രാവിലെ തന്നെ നല്ല മഴ കേട്ടോ, നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് ഡിഗ്രിക്കാർക്ക്. അപ്പോൾ രാവിലെ തന്നെ മഴ ഒക്കെ കണ്ടാണ്ട് അസൈൻമെൻറ്റ് എഴുതാൻ നിന്നിട്ടോ. ഞാനിപ്പോൾ ലീവ് എടുത്തിട്ടുണ്ട്, അതായത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യാന്നല്ല, വർക്ക് ചെയ്യണമുണ്ട്, കൂടെ തന്നെ പഠിക്കണമുണ്ട്, രണ്ടും കൂടിയാണ് സംഭവം. പറഞ്ഞുതരാം. ഞാൻ അക്ഷയയിൽ വർക്കും ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ പഠിക്കണമുണ്ട്, കമ്പ്യൂട്ടർ പഠിക്കണമുണ്ട്. അപ്പം അതായത് ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ശനിയാഴ്ച ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഞാൻ താഴെ കൊടുക്കാം. ശനിയാഴ്ച ഞാൻ കംപ്ലീറ്റ് ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി, സ്കൂളൊക്കെ തുറക്കാനുള്ളതല്ലേ. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് റെഡിയാക്കാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇനി. അപ്പം ഇന്ന് എന്താ പരിപാടി വെച്ചാൽ, റൂം കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല അരിപ്പായിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റൂം ക്ലീനിങ് ഇട്ടീനി, പക്ഷെ എന്നോട് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ റൂമിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ റെഡിയാക്കണ വീഡിയോ എടുത്ത് വെച്ചാണ്. വീഡിയോ വേണമെന്നുള്ളവർക്ക് ഞാൻ പോസ്റ്റാക്കാം. ഓക്കെ. അപ്പം ഇന്നത്തെ പരിപാടി അതേനി, എന്താ പറയുക, ഓരോ സ്ഥലങ്ങൾ നന്നാക്കണതിൽ റൂം നന്നാക്കുക, അതേപോലെ തന്നെ ഡൈനിങ് ഹാളത്തെ ഷോക്കേസ്, ഇത് രണ്ടും ഇനി ഇന്നത്തെ മിഷൻ. അപ്പോൾ ഡൈനിങ് ഹാളത്തെ ഷോക്കേസ് കംപ്ലീറ്റ് ഇറക്കി മാറ്റി വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയാണ്ട് റെഡിയാക്കി. പിന്നെ പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊക്കെ ഉണ്ട് ഇനി. അപ്പം കുറച്ചൊക്കെ പ്രൊഡക്റ്റീവ് ആയാണ്, കുറച്ചൊക്കെ ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ ആദ്യം തന്നെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. നാളെ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആക്കണം, ഫസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത പ്രകാരം എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ തലേന്ന് തന്നെ എന്താക്കും, സെറ്റ് ചെയ്ത് വെക്കും. അതിൽ പെട്ടത് ഇനി ഷോക്കേസൊക്കെ കംപ്ലീറ്റ് നന്നാക്കുക. അതേപോലെ എനിക്ക് റൂമിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടണം. അത് കിട്ടുക പറഞ്ഞാൽ എൻ്റെ ടേബിൾ മെയിനായിട്ട് നല്ല ക്ലീനായി നിൽക്കണം. അതില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പം റൂമിൻ്റെ എല്ലാം, അതായത് ടേബിൾ എന്നും ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കി വെച്ചിനി. ഇതിൻ്റെ ഇനി വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോസ്റ്റാക്കി തരാം കേട്ടോ. ഇതും നിങ്ങൾ നോക്കണം. ഞാൻ ജസ്റ്റ് ട്രേ പോലെ ആക്കിയതാണ്. ട്രേയിൽ തന്നെ എല്ലാ സാധനങ്ങളും, അതായത് അത്യാവശ്യമായ എന്നും എടുക്കുന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഇത് ബോറായണോയെന്ന് എനിക്കറിയില്ല, പ്ലേറ്റാണ് സത്യം പറഞ്ഞാൽ അത്. പിന്നെ ബുക്കും, മദ്രസത്തെ ബുക്കാണ്, ഞാൻ പിന്നെ പൊസിഷൻ മാറ്റിട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തി മീൻസ് എനിക്കെല്ലാം ഇഷ്ടമായിന്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എനിക്കറിയില്ല, അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വെച്ചത്. അപ്പം ഞാൻ ആ നന്നാക്കിയ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് തിരുമ്പാനുള്ള ഡ്രസ്സാണ്. അത് എന്നും ഇങ്ങനെ നമ്മൾ ഇടണോണ്ട് ഇടുക, അതേമാതിരി അവിടെ ഐസ് ഇടുക. അപ്പം ഒക്കെ ഇങ്ങനെ ഒരു കുന്നുപോലായിനി. കറക്റ്റ് നല്ല വൃത്തിക്കാക്കി വെച്ചാണ്. അങ്ങനെ പണികളൊക്കെ ഒരുക്കാണ്ട് വേഗം ഞാൻ പോയി കുളിച്ചിട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുളിച്ചാണ്ട് മറ്റേ കണ്ണെഴുതൂല്ലേ താഴെ ചെറിയ കുട്ടിയൊക്കെ എഴുതി കൊടുക്കണേ, ആ പരിപാടി ഉണ്ട്. അപ്പം
കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ വേഗം നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ചോറും തിന്ന് ഒരൊറ്റ ഉറക്കമാണ്. അപ്പം ഇന്ന് അതേമാതിരി തന്നെ, അതിനൊരു മാറ്റമില്ല. അപ്പം വൈകുന്നേരമാണ് കേട്ടോ അത്. ചായ കുടിച്ചാണ്ട് പിന്നെയും വീണ്ടും അസൈൻമെൻറ്റ് എഴുതാൻ നിന്നു.